വെട്ടിച്ചിറ മുഴങ്ങാണിയിലെ ചെങ്കൽ ക്വാറി നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് SDPI ആദവനാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ പ്രതിഷേധ മാർച്ചിനെതിരെ ക്വാറി ഉടമയും രംഗത്തെത്തിയിരുന്നു. ഇതിനെതിരെയാണ് SDPI ആദവനാട് പഞ്ചായത്ത് കമ്മിറ്റി വാർത്താ സമ്മേളനം നടത്തിയത്. ആദവനാട് പഞ്ചായത്തിലെ വെട്ടിച്ചിറക്കടുത്ത് മുഴങ്ങാണി എന്ന് പറയുന്ന സ്ഥലത്ത് നിയമം ലംഘിച്ചുകൊണ്ടും നാട്ടുകാരെയും ക്രമസമാധാന പാലകരെയും വെല്ലുവിളിച്ചുകൊണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെങ്കൽ ക്വാറിക്കെതിരെ ഇക്കഴിഞ്ഞ ഞായറാഴ്ച SDPIയുടെ ആദവനാട് മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റികൾ സംയുക്തമായി ഒരു സൂചന പ്രക്ഷോഭം നടത്തിയിരുന്നു. ഏതാനും സെന്റ് ഭൂമിയിൽ ചെങ്കല്ല് വെട്ടിയെടുക്കുന്നതിന് പെർമിഷൻ വാങ്ങിക്കൊണ്ട് ഏക്കർ കണക്കിന് ഭൂമിയിൽ ചെങ്കുത്തായി കിടക്കുന്ന ഒരു പ്രദേശത്ത് വലിയ പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കുന്ന വിധത്തിലാണ് ആ വ്യക്തി ചെങ്കല്ല് ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിയമം അനുവദിച്ചതിലും 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ഒക്കെ ലോഡ് കയറ്റിക്കൊണ്ടാണ് ആ ക്വാറിയിൽ നിന്നുള്ള വാഹനങ്ങൾ സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുന്ന വിദ്യാർത്ഥിനികൾക്കടക്കം അപകടമുണ്ടാക്കുന്ന വിധത്തിൽ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റികൾ നടത്തിയ പ്രക്ഷോഭത്തിൻ്റെ തുടക്കം, ആ സൂചനാ പ്രക്ഷോഭം കഴിഞ്ഞ ഉടനെ ആ ക്വാറി ഉടമയുടേതായി മാധ്യമങ്ങളിൽ ഒരു വിശദീകരണം വരികയുണ്ടായി. ആ വിശദീകരണത്തിൽ SDPIയെ വളരെ മോശമായി താറടിച്ചുകൊണ്ടും ഒരു സമര നാടകമാണ് SDPI നടത്തിയത് എന്നുമുള്ള തരത്തിലാണ് അയാൾ വിശദീകരിച്ചത്. യഥാർത്ഥത്തിൽ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നശിപ്പിക്കുന്ന രീതിയിൽ സകല സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ ഒരു ക്വാറി പ്രവർത്തിക്കുന്നതിനെതിരെയാണ് ഞങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചിട്ടുള്ളത്. ഒരു സൂചന എന്നുള്ള നിലയ്ക്ക് ആ ക്വാറിയിലേക്ക് മാർച്ച് നടത്തി. ക്വാറിയുടെ കോമ്പൗണ്ട് വാളിന് പുറത്ത് പോലീസുകാർ തടഞ്ഞു. അന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ്, നിയമപ്രകാരം നിയമാനുസൃതമായി ഈ അനധികൃത ഖനനം നിർത്തുന്നതിനാവശ്യമായ മുഴുവൻ കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന്. വില്ലേജ് ഓഫീസ് മുതൽ ജിയോളജി വകുപ്പിനും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനും പോലീസ് അധികാരികൾക്കും കളക്ടർക്കുമൊക്കെ അതുമായി ബന്ധപ്പെട്ട പരാതികൾ കൊടുത്തിട്ടുണ്ട്. അവരുടെ പരിശോധന പൂർത്തിയായതിനു ശേഷം അനധികൃതമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ബോധ്യപ്പെട്ട് അവർ നിയമ നടപടിയെടുക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അവർ വീണ്ടും ഈ മാഫിയയുമായി ഒത്തുകളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഡിപ്പാർട്ട്മെൻറ്റുകളും തുനിയുന്നതെങ്കിൽ ഇത് വെളിച്ചത്ത് കൊണ്ടുവന്ന് പൂട്ടിക്കുന്നത് വരെയുള്ള നിരന്തര പ്രക്ഷോഭവുമായി പാർട്ടി രംഗത്ത് വരും എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ അന്ന് ക്വാറി ഉടമ നൽകിയ വിശദീകരണത്തിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും, NIA അന്വേഷിച്ച് കൊണ്ടിരിക്കുന്ന ചില ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സമരത്തിനും മറ്റുമൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. ക്വാറിയിൽ നിന്ന് കല്ല് കൊണ്ടുപോയ ആരോ ഒരാൾ പൈസ കൊടുക്കാത്തത് ചോദിച്ചപ്പോൾ SDPIക്കാരായ 9-10 ആളുകൾ വന്ന് വടിവാള് വീശി ഇവരെ നേരിട്ടു എന്നൊക്കെയാണ് അയാൾ പറഞ്ഞത്. അയാൾ വിചാരിച്ചിട്ടുണ്ടാവുക NIA, ED എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കേട്ട് പേടിച്ചുകൊണ്ട് ക്വാറിക്കെതിരെയുള്ള സമരം നിർത്തി SDPIക്കാർ വീട്ടിൽ പോയി ഒളിക്കും എന്നായിരിക്കാം ആ വ്യക്തി വിചാരിച്ചിട്ടുണ്ടാവുക. ഈ ക്വാറിക്ക് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. വൈകുന്നേരമായാൽ കഞ്ചാവ് അടിച്ച് MDMA പോലെയുള്ള മാരക മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ് ഈ ക്വാറിയുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. വ്യക്തമായി അത് പോലീസും എക്സൈസും അന്വേഷണ ഉദ്യോഗസ്ഥരുമാണ് കണ്ടെത്തേണ്ടത്, നടപടിയെടുക്കേണ്ടത്. ആ രീതിയിലുള്ള പരാതിയും ഞങ്ങൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കല്ലിൻ്റെ പൈസ കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കശപിശ പാർട്ടിയുമായി യാതൊരു ബന്ധമുള്ളതല്ല.
കോറി ഉടമയ്ക്ക് 25,000 രൂപ കൊടുക്കാനുള്ള വ്യക്തി ജൂലൈ 5-ാം തീയതി നിങ്ങളുടെ പൈസ തരാം, കുറച്ച് സാമ്പത്തിക പ്രയാസത്തിലാണ് എന്ന് പറയുമ്പോൾ അന്ന് മാധ്യമങ്ങളെ കണ്ട കോറി ഉടമ ഫൈസലിൻ്റെ വലം കൈയായ, ഫൈസലിൻ്റെ ഗുണ്ടയായ വ്യക്തി വളരെ മോശപ്പെട്ട രീതിയിൽ ഈ പൈസ കൊടുക്കാനുള്ള ആളെ വിളിച്ച് അയാളുടെ ഉമ്മാക്കും ബാപ്പാക്കും തറവാട്ടുകാർക്കും മുണ്ടിനടിയിലുള്ളതുമൊക്കെ വിളിച്ചു പറയുന്നൊരു സാഹചര്യമുണ്ടായി. ഇത് മാറാക്കര പഞ്ചായത്തിലെ പാർട്ടിയുടെ പ്രസിഡന്റ് ഇബ്രാഹിമിൻ്റെ അടുത്തൊരു പരാതിയായി എത്തിയപ്പോൾ അദ്ദേഹം കോറി ഉടമയെ വിളിച്ച് പൈസ തന്നാൽ തീരുമല്ലോ, 5-ാം തീയതി പൈസ തരാമെന്ന് പറഞ്ഞതല്ലേ, എന്തിനാണ് തെറി പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആയിക്കോട്ടെ 5-ാം തീയതി മതി എന്ന് പറഞ്ഞതാ. പക്ഷേ പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ ഗുണ്ട ഫോണിൽ വിളിച്ച് ഇയാളെയും തെറി പറയുകയാണ് ഉണ്ടായത്. തെറി പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് നേരിട്ട് സംസാരിച്ച് കാര്യങ്ങൾ അവസാനിപ്പിക്കാം, സമാധാനപരമായി തീരാം, പൈസ തന്നാൽ തീരും എന്ന് പറഞ്ഞ് അത് സംസാരിക്കാൻ വേണ്ടി വന്ന ഇബ്രാഹിമിനെ, ഞങ്ങളുടെ മാറാക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഇബ്രാഹിമിനെ 10-25ഓളം ആളുകൾ, ഈ കോറി ഉടമയുടെ ഗുണ്ടകൾ വെട്ടിച്ചിറയിലെ ഗുൽമിനാർ കെട്ടിടത്തിനടുത്ത് വെച്ച് തടഞ്ഞു വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്, ശരീരമാസകലം അടിച്ച് മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. ഈ സംഭവത്തെ പരാതി കൊടുത്തപ്പോൾ, എന്നിട്ട് അവർ തന്നെ പോയി പരാതി കൊടുത്ത് അവരുടെ കൂട്ടത്തിൽ 3-4 പേർക്ക് പരിക്കുണ്ടെന്ന് പറയുന്നു, അവർ ആശുപത്രിയിലാണെന്ന് പറയുന്നു. ഞങ്ങളാരും കണ്ടിട്ടില്ല. ഇനി അവർ തന്നെ ഉണ്ടാക്കിയ ഒരു കശപിശക്കിടയിൽ എങ്ങനെയാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് പരിക്ക് പറ്റിയതെന്ന് അവരാണ് പറയേണ്ടത്. പക്ഷെ ആ പരാതിയിൽ SDPIക്കാരായ 9 പേര് വന്നു എന്ന് പറഞ്ഞ് പാർട്ടി അതിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരികയാണ്. കോറി സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ വിശദീകരണത്തിലും തീവ്രവാദികൾ, NIA അന്വേഷിക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞ് പാർട്ടിയെ താറടിക്കാനുള്ള ശ്രമമാണ് ആ വ്യക്തി നടത്തിയത്. മറ്റൊന്ന്, ഇവിടെ സമീപ സ്ഥലത്ത് ഈ കോറി നടക്കുന്നതിൻ്റെ ഏതാണ്ട് 500 കിലോമീറ്റർ അപ്പുറത്ത്, 500 മീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ അപ്പുറത്ത് KNRCL ഹൈവേ റോഡിൻ്റെ വർക്കിന് വേണ്ടി മണ്ണെടുത്ത ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. ആ സമരത്തിന് എന്ത് SDPI ഉണ്ടായില്ല എന്നാണ് അയാൾ ചോദിക്കുന്നത്. ഇതാണ് കാണുന്നുണ്ടെങ്കിൽ ആ മണ്ണെടുപ്പ് സമരവുമായി ബന്ധപ്പെട്ട് അവിടെ ആ പ്രദേശത്ത് മുഴങ്ങാണിയിൽ നടന്ന സമരത്തിൽ SDPIയുടെ മാറാക്കര പഞ്ചായത്ത് ട്രഷററും സെക്രട്ടറിയുമാണ് ഇരിക്കുന്നത്. ഈ 2 വ്യക്തികൾ കൃത്യമായി ആ നാട്ടുകാരുടെ പ്രശ്നം എന്നുള്ള നിലയ്ക്ക് അവിടെ നടക്കുന്നത് ഇതേപോലെ ഈ ഫൈസൽ എന്ന് പറയുന്ന കോറി ഉടമ പറയുന്ന രീതിയിൽ തന്നെയാണ് മണ്ണെടുക്കുന്ന ആളുകൾ, KNRCL കമ്പനിയും പറയുന്നത്. ഞങ്ങൾക്ക് പെർമിഷനുണ്ട്, ഞങ്ങൾക്ക് അനുവാദമുണ്ട്, ഞങ്ങളെ തടയാൻ പറ്റില്ല. അവിടെയും പാർട്ടിയുടെ നിലപാട് വ്യക്തമാണ്. അനധികൃതമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ അത് തടയണം. അത് പറഞ്ഞുകൊണ്ടുള്ള നാട്ടുകാരുടെ സംരക്ഷണ പ്രക്ഷോഭ സമിതിയിൽ ഞങ്ങളുണ്ട്. പ്രക്ഷോഭ രംഗത്ത് പാർട്ടി ഉണ്ടായിട്ടുണ്ട്. മാറാക്കര പഞ്ചായത്തിലാണ് ആ മണ്ണെടുപ്പ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും മാറാക്കര പഞ്ചായത്തിൻ്റെ പാർട്ടി ഘടകത്തിൻ്റെ ഭാരവാഹികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ കോറി പ്രവർത്തിക്കുന്നത് ആദവനാട് പഞ്ചായത്തിലാണ്, ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിൽ. അപ്പോൾ അയാൾ മണ്ണെടുത്ത കാര്യത്തിൽ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അയാളുടെ അനധികൃത കോറിക്കെതിരെയുള്ള സമരത്തിൽ നിന്ന് SDPIക്കാരെ പിറകോട്ട് വലിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. NIAയുടെ പേര് പറഞ്ഞാൽ SDPI പ്രക്ഷോഭത്തെ തളർത്താൻ കഴിയുമെന്നത് മുഴങ്ങാണിയിലെ കോറിയുടമ ഫൈസലിന്റെ വ്യാമോഹമെന്ന് SDPI നേതാക്കൾ പറഞ്ഞു. തീവ്രവാദ ആരോപണവും കള്ളക്കേസും ഉണ്ടാക്കിയാൽ ഓടിയൊളിക്കാൻ ഇരുട്ടിയാൽ മയക്കുമരുന്ന് കുത്തിക്കയറ്റുന്നവരല്ല പ്രക്ഷോഭത്തിനിറങ്ങിയിട്ടുള്ളത് എന്ന് കോറിയുടമയും ഗുണ്ടകളും മനസ്സിലാക്കണമെന്നും SDPI നേതാക്കൾ കൂട്ടിച്ചേർത്തു. SDPI നേതാക്കളായ അഡ്വക്കേറ്റ് KC നസീർ, അഷ്റഫ് പുത്തനത്താണി, സലാം പുത്തനത്താണി, ജാഫർ ഹാജി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്. നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.